നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിന് മുന്നോടിയായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ മുതലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. അളഗപ്പനഗർ പോളിടെക്നിക് കോളേജിൽ വെച്ച് പോളിംഗിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തു. ത്യാഗരാജർ കോളേജിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഡ്യൂട്ടിക്കായി നിയോഗിച്ച ജീവനക്കാർ വിതരണ കേന്ദ്രത്തിൽ രാവിലെ തന്നെ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റാനെത്തിയിരുന്നു. കോളേജിന് മുൻപിലായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയായിരുന്നു വിതരണം. ഉപകരണങ്ങളെല്ലാം കൈപ്പറ്റിയ ശേഷം പരിശോധന നടത്തി ഉറപ്പുവരുത്തിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ അതാത് ബൂത്തുകളിലേക്ക് തിരിച്ചത്. സ്വകാര്യ ബസ്സുകളിലാണ് ഉദ്യോഗസ്ഥർ സാമഗ്രികളുമായി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോകുന്നത്. ആമ്പല്ലൂർ മുതൽ അളഗപ്പനഗർ NTC മിൽ വരെ ഉദ്യോഗസ്ഥരുമായി എത്തിയ സ്വകാര്യ ബസ്സുകളുടെ നീണ്ട നിര തന്നെയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചത്. ജില്ലയിലെ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 2204 വാർഡുകളിലായി 7208 മത്സരാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 3395 പുരുഷന്മാരും 3813 വനിതകളും സ്ഥാനാർത്ഥികളായുണ്ട്. അന്തിമ വോട്ടർ പട്ടികയിലെ കണക്കനുസരിച്ച് ജില്ലയിലാകെ 27,36,817 വോട്ടർമാരാണ് വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ജില്ലയിലാകെ 25 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായി ഡിസംബർ 13 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ് നടക്കുക. പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കും പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപ് വരണാധികാരിക്ക് നേരിട്ടോ തപാൽ മാർഗമോ ലഭിക്കുന്ന പോസ്റ്റൽ വോട്ടുകളാകും എണ്ണുക. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിൽ. ചന്ദ്രാപിന്നി പുളിഞ്ചോട് ചൂണ്ടയിൽ വീട്ടിൽ ധനേഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഡിസംബർ 9 തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ധനേഷിനെ അന്വേഷണ സംഘം കാട്ടൂർ അശോക ബാറിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ധനേഷ് കാട്ടൂർ, മതിലകം, ചേർപ്പ്, കയ്പമംഗലം, വലപ്പാട്, അന്തിക്കാട്, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിലായി 9 വധശ്രമ കേസുകളും 2 കവർച്ച കേസുകളും 7 അടിപിടി കേസുകളും അടക്കം 27 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KC ബൈജു, സബ് ഇൻസ്പെക്ടർ സുബീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ മിനി, ഷിബു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കേരളത്തിലുടനീളം ഓൺലൈൻ വഴി പെൺവാണിഭം നടത്തുന്ന സംഘത്തെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പിടികൂടി. നെന്മിനി സ്വദേശി അജയ്, SN പുരം നെൽപ്പിനി സ്വദേശി ഷോജിൻ, പാലക്കാട് പെരിങ്ങോട് സ്വദേശി രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. സൈബർ പെട്രോളിംഗ് വഴിയാണ് പ്രതികൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പെൺവാണിഭം നടത്തുന്ന വിവരങ്ങൾ ലഭിച്ചത്. ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലും 1000-നും മേലെ ആളുകളുണ്ട്. ടീം RMS എന്നാണ് ഗ്രൂപ്പുകൾക്ക് ഇവർ ഇട്ടിരിക്കുന്ന പേര്. ആവശ്യാനുസരണം ഗ്രൂപ്പുകളിൽ അഡ്മിനായ അജയ് സ്ത്രീകളുടെ ഫോട്ടോകൾ അയക്കും. തുടർന്ന് ഏജന്റുകൾ വഴി ആളുകളെ വിവിധ ഹോട്ടൽ മുറികളിൽ എത്തിക്കുന്നതാണ് രീതി. കേരളത്തിലുടനീളം ഇതിനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം പ്രവർത്തിക്കുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. സംഘത്തിൽ കൂടുതൽ പേർ ഉള്ളതായും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. 640 രൂപയാണ് പവന് ഉയർന്നത്. ഇതോടെ ഒരു ദിവസത്തിന് ശേഷം വീണ്ടും സ്വർണ്ണവില 95,000 കടന്നു. ഒരു പവൻ 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 95,560 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1 ലക്ഷത്തിന് അടുത്ത് നൽകണം. 1 ഗ്രാം സ്വർണത്തിന് 80 രൂപ വർദ്ധിച്ച് 11,945 രൂപയാണ് നിരക്ക്. ചൊവ്വാഴ്ച 2 തവണയായി സ്വർണ്ണവില കുറഞ്ഞിരുന്നു. രാവിലെ 240 രൂപയാണ് പവന് കുറഞ്ഞത്. ഉച്ചയ്ക്ക് 480 രൂപയും കുറഞ്ഞതോടെ വില 95,000-ന് താഴേക്കെത്തി. ഒറ്റ ദിവസം കൊണ്ട് സ്വർണത്തിന് 720 രൂപ കുറഞ്ഞത്
ഉപഭോക്താക്കൾക്ക് ചെറുതല്ലാത്ത ആശ്വാസം നൽകിയിരുന്നു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. കോടാലി നിലംപതി മരക്കാരുപറമ്പിൽ ഷാജി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് മലങ്കര ക്രിസ്ത്യൻ പള്ളിയിൽ. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,945 രൂപയും പവന് 95,560 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.